സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ നേരത്തെ തന്നെ അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്താണ്. എനിക്ക് ഈ രാഷ്ട്രീയത്തോട് യോജിപ്പില്ലാത്ത ആളാണ്. ഈ ഫ്രീ ബി പൊളിറ്റിക്സ് ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്വം സ്ത്രീകൾക്ക് ആർക്കും ആവട്ടെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ അവസരം ഒരുക്കുക എന്നുള്ളതല്ല, പ്രത്യേകിച്ച് നമ്മുടെ പോലെയുള്ള സംസ്ഥാനത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ശക്തമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇൻ്റഗ്രേറ്റഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. ഇൻ്റഗ്രേറ്റഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെ ലളിതമാണ്. ഞാൻ മുമ്പൊരിക്കലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെ ട്രെയിനിൽ പോകാൻ പറ്റും. പക്ഷേ അവിടെ ഒരു സ്റ്റോപ്പില്ല, റെയിൽവേ സ്റ്റേഷൻ ഇല്ല. ഒരാൾക്ക് അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് പെട്ടിയെടുത്ത് അവിടെ ഇറങ്ങി നേരെ എയർപോർട്ടിലേക്ക് പോകാവുന്നേ ഉള്ളൂ. അവിടെ വിമാനം ഇറങ്ങിയ ഒരാൾക്ക് ഇപ്പുറത്ത് കയറി പോരാവുന്നേ ഉള്ളൂ. ഇതൊന്നും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയാൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇഷ്ടംപോലെ മുറ്റമുണ്ട്, യാർഡുണ്ട്, വലിയ അല്ല അത് വേണമെങ്കിലൊന്ന് വികസിപ്പിക്കാം. അവിടെ തന്നെ ബസ് സ്റ്റേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ബസ് സ്റ്റേഷൻ ഒരുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആളുകൾക്ക് വലിയ സൗകര്യമാണെന്ന് മാത്രമല്ല അതുണ്ടാക്കുന്ന ഫ്യൂവൽ കൺസർവേഷൻ ഉണ്ടല്ലോ. ആളുകൾ എന്തിനാണ് കാർ കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ശക്തമായിട്ടുണ്ടെങ്കിൽ, വെൽ കണക്റ്റഡ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആളുകൾ പ്രൈവറ്റ് വെഹിക്കിളായിട്ട് ഇറങ്ങില്ല. കാരണം ഇത് സ്മൂത്ത് ഫങ്ഷനിങ് ആണ്. നിങ്ങൾക്ക് ട്രെയിനിൽ ഇപ്പോൾ ഇത് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകുന്നു, എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ബസ് കിട്ടും. എവിടെയാണ് നിങ്ങൾ ഡെസ്റ്റിനേഷൻ അവിടേക്ക് ബസ് കിട്ടും, അല്ലെങ്കിൽ മെട്രോ കിട്ടും എന്നുണ്ടെങ്കിൽ ആളുകൾ കാർ എടുത്ത് ഇറങ്ങില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് വെൽ കണക്റ്റഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം. അത് ആളുകളുടെ യാത്രയെ മാത്രം സുഖമാക്കുന്ന ഘടകമല്ല കേട്ടോ, അത് വെറുതെ വിചാരിക്കുകയാണ്. അത് ഫ്യൂവൽ കൺസർവേഷൻ, അതിനനുബന്ധമായിട്ടുണ്ടാകുന്ന പാരിസ്ഥിതികമായിട്ടുള്ള ഗുണങ്ങൾ, റോഡ് ട്രാഫിക്കിലുണ്ടാകുന്ന മാറ്റങ്ങൾ, റോഡ് കൾച്ചറിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പല നിലക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൻ്റെ കാസ്കേഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വിപുലമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പം പല വികസിത രാജ്യങ്ങളിലും എത്രത്തോളം അത് ഇൻ്റഗ്രേറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബിലിറ്റി ഹബ്ബുകളാണ്. ട്രെയിൻ, മെട്രോ, ബസ്, വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ്, കൂടാതെ ഈവൻ സൈക്കിൾസ്. നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്ത് സൈക്കിൾ എടുത്തിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ സേഫ് ഇറങ്ങുമെന്ന് വിചാരിക്കുക. നിനക്ക് അടുത്തൊരു തിയേറ്ററിലേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഒരു അടുത്തൊരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. നിങ്ങൾക്ക് ഇത് ഓട്ടോയ്ക്കോ ബസ്സിനോ ഒന്നും കാത്തു നിൽക്കണ്ട. അവിടെ സൈക്കിൾ സ്റ്റാൻഡ് ഉണ്ടാവും, സ്വൈപ്പ് ചെയ്യുന്നു, ആ സൈക്കിൾ എടുക്കുന്നു, ഓടിച്ചു പോകുന്നു. ഇപ്പോൾ ഈ നിലക്ക് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് വെൽ കണക്റ്റഡ് പബ്ലിക് ട്രാൻസ്പോർട്ട്, ഇതാണ് പ്രാഥമികമായി ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം. അത് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ഈ ഫ്രീ ബീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒരു നല്ല കാര്യമല്ല. ആളുകളുടെ കൈയടി കിട്ടും, ഓഫ് കോഴ്സ് ആളുകളുടെ കൈയടി കിട്ടും. ഭയങ്കര സതീശൻജി ഭയങ്കരമായ സംഭവം ചെയ്തു എന്നൊക്കെ പറയും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ അത് ഖജനാവിനെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക, ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക. ഇന്ന് തന്നെ പ്രൈവറ്റ് ബസ് ഓണേഴ്സുകാർ പ്രതിഷേധമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ കഞ്ഞൂടി മുട്ടിക്കുകയാണെന്നുണ്ട് അവർ പ്രതിഷേധമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഇത് നടപ്പിലാക്കുമ്പോൾ വേറെ ഗുരുതരമായൊരു പ്രശ്നമുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. കേരളത്തിൽ നമ്മൾ KSRTCയുടെ തന്നെ കണക്കെടുത്ത് നോക്കിയാൽ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ അതിന് 3437 ഷെഡ്യൂൾസാണുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 15,80,000 ആളുകളാണ് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ KSRTC യൂസ് ചെയ്യുന്നത്. എന്നാൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ KSRTCക്ക് 1074 ഷെഡ്യൂൾസേ ഉള്ളൂ. 4,14,000 ആളുകളാണ് യാത്ര ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സ്കീം നടപ്പിലാക്കിയെന്ന് വിചാരിക്കുക, ആരാണ് അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് കൂടുതൽ വരിക? തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ജില്ലകളിൽ ആളുകളെ വരുന്നുള്ളൂ. ഇവിടെ നോക്കൂ, തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ജില്ലകളിൽ 15,85,000, 16 ലക്ഷം എന്ന് വേണേക്കാം, 16 ലക്ഷം മനുഷ്യർ അതിൻ്റെ ബെനിഫിഷ്യറി അത് ഉപയോഗിക്കുന്നുണ്ട്. KSRTCയുടെ യൂസേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് 4,4,4,4 ലക്ഷമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് 4,4 ലക്ഷം ആയത്? ഷെഡ്യൂൾസ് കുറവാണ്, ബസ്സുകൾ കുറവാണ്. അവിടെ 3437 ഷെഡ്യൂൾസാണുള്ളതെങ്കിൽ ഇവിടെ 1074 ഷെഡ്യൂൾസേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു ഫ്രീ ബി പ്രോജക്റ്റ്, അതിൽ ജിയോഗ്രാഫിക്കൽ ഇംബാലൻസ് വരുന്നുണ്ട്. ഇനി എഗൻ പറഞ്ഞ മാതിരി ലോക്കൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് നടപ്പിലാക്കാമെന്ന് വിചാരിക്കുക. ഈ ഭാഗത്ത് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ഈ പറയുന്ന 1074 ഷെഡ്യൂൾസ് ഉണ്ടല്ലോ, ഈ ഷെഡ്യൂൾസിൽ മഹാഭൂരിപക്ഷം എന്താണ്? ഈ ഓർഡിനറിക്ക് മേലെയുള്ള ഷെഡ്യൂൾസാണ്. അപ്പം ഇവിടെ ബെനിഫിഷ്യറീസ് എഗൻ കുറയും. അത് നല്ലൊരു ചിത്രമല്ല യഥാർത്ഥത്തിൽ. ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആ ഒരു പെർസ്പെക്റ്റീവ് ആലോചിക്കുമ്പോൾ നല്ല ചിത്രമല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടിസ്ഥാന പ്രശ്നം അതല്ല. ഈ ഫ്രീ ബി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആളുകളുടെ കയ്യടി കിട്ടും, പക്ഷേ ഖജനാവിനെ ദുർബലമാക്കുന്ന കാര്യമാണ്. അതൊരു
എന്താ പറയുക ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ അങ്ങനെ കണ്ടുവരാത്ത ഒന്നുമാണ് അല്ലേ? കേരളത്തിൽ അതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ ഇലക്ഷനുകൾ എല്ലായിടത്തും ഇത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടർ 1000 രൂപ പ്രഖ്യാപിക്കും, അടുത്ത കൂട്ടർ 2000 രൂപ പ്രഖ്യാപിക്കുക. ഇതിങ്ങനെ അതൊരു കൾച്ചറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ഒരു സന്ദർഭത്തിൽ സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിട്ടുണ്ട്, ഇത്തരം ഫ്രീ ബി വാഗ്ദാനങ്ങൾ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. എൻഡ് ഓഫ് ദ ഡേ എക്കണോമിയെ ദുർബലമാക്കുന്നൊരു സംഗതിയാണത്. ആളുകളുടെ ഇതുകൊണ്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടൊന്നും കാര്യമുണ്ട്. താൽക്കാലികമായ കൈയടി കിട്ടും. അതുകൊണ്ട് എനിക്ക് എന്നെ അത് ഒട്ടുമായി അട്രാക്റ്റ് ചെയ്യുന്നില്ല ഏത് നിലക്കും.